ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാഖപട്ടണത്ത് ഞങ്ങള് ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ പോയ അതേ ട്രെയിനിൽ ഇന്ന് ഞങ്ങൾ അരക്കിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ബോറ കേസിലേക്ക് 25 രൂപയാണ് ഒരാൾക്ക്, അരക്കിലേക്ക് 30 രൂപ. ഞങ്ങൾ ഇന്നലെ ഇവിടെ ആയതുകൊണ്ട് രാവിലെ തന്നെ ട്രെയിൻ ഇവിടെ വന്നപ്പോൾ തന്നെ റോജന ആദർശം വന്ന് സീറ്റ് പിടിച്ചു. ഞാൻ നേരെ പോയി ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഓൾ സെറ്റ്. ഇനി ഇന്നലെ മിസ് ചെയ്ത കാഴ്ചകളൊക്കെ എന്ന് കാണാം, അരക്ക് വാലിയിൽ എത്തിയിട്ട് കാണാം. ഗായ്സ്, നമ്മൾ ഇന്നലെ പോയ ബോറ കേസിന്റെ സ്റ്റേഷനായ ബോറ ഗുഹലൂലെത്തി. ഇന്നലെ എനിക്കൊന്ന് ശിവരാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്ര തിരക്ക്. ഇന്നിപ്പോൾ അത്ര ആളൊന്നുമില്ല. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അരക്ക് എത്തി. ട്രെയിൻ ജേണി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അരക്ക് വാലിയിലുള്ളത്. അപ്പോൾ ട്രെയിൻ ഇവിടെ എത്തി. 11 കാലമായി. നിങ്ങൾ ട്രെയിനിന് വരണം. ഇത് ട്രെയിനിന് വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഈ ട്രെയിനിൽ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വെറും 30 റുപ്പീസ് മാത്രമേ ഉള്ളൂ വിശാഖപട്ടണത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് അരക്കിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രെയിൻ ജേണി എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി അരക്കിലേക്ക് പോയി നോക്കാം. ട്രെയിനിൽ വരുന്ന ആൾക്കാർ ട്രെയിനിൻ്റെ റൈറ്റ് സൈഡ് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡാണ് ഫുൾ വ്യൂ. നേരത്തെ പറഞ്ഞത് അത് അല്ല അല്ല അതിരിക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം ഫിസിക്കൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. മറ്റേ ഓൺലൈൻ ടിക്കറ്റ് UTS ആപ്പ് വഴി ടിക്കറ്റ് എടുത്താൽ ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ടിക്കറ്റ് കാണിച്ചെന്ന് വരില്ല. അപ്പോൾ TT നമ്മളെ പിടിച്ച് ഫൈൻ അടിക്കും. ഇന്നലെ ഞങ്ങളെ പിടിച്ച് അടിച്ച പോലെ. അതുകൊണ്ട് നിങ്ങൾ വരുമ്പം മാക്സിമം ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. അരക്ക് റെയിൽവേ സ്റ്റേഷൻ പുറത്ത് നല്ല എന്താ പറയുക, നല്ല ഭംഗിയിലെ റെയിൽവേ സ്റ്റേഷനാണ്. എന്താ പറയുക, പീസ്ഫുള്ളാണ്. പുറത്ത് തന്നെ ഇതാ ഒരു ചെറിയ ഇഡലിക്കട നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ 4 ഇഡലിക്ക് 20 രൂപ എന്നാ പറഞ്ഞത് അല്ലേ? അതിനെന്താ എന്നെ കാണിക്കണേ? നിന്നെ കാണിക്കണ്ടേ? ഇത് എപ്പം പറയുമ്പോൾ നിന്നെ കാണിക്കണം. അത് ഞാൻ എന്താ ബന്ധം? ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. ഇവിടെ ഇരിക്കാനൊന്നും സ്പേസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് 2 കൈയുടെ ആവശ്യമുണ്ട്. സംഭവം ഇപ്പോൾ 12 മണിയാവാനായി. പക്ഷെ ചെറിയൊരു തണുത്ത കാറ്റും വെയിലുണ്ട്. പക്ഷേ ആ തണുത്ത കാറ്റിൽ ആ ചൂട് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ നേരെ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോ ഒന്നും എടുക്കുന്നില്ല. 2 കിലോമീറ്ററാണ്. വലിയ ടയർനെസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നടക്കാൻ പറ്റില്ല. ഇതാ റോഡിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് നടക്കുന്നു ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക്. ഓട്ടോക്കാരന്മാരൊക്കെ വന്നു 10 രൂപ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, നമ്മൾ നടക്കാമെന്ന് തീരുമാനിച്ചു. ശരിക്കും ഇപ്പോഴായിരുന്നു നമുക്ക് ആ ടെൻറ്റ് വേണ്ടത്. ടെൻറ്റ് വേണ്ടെങ്കിൽ നമുക്കിവിടെ ഒരാഴ്ച നിന്ന് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. പക്ഷെ എടുത്ത് നടക്കാൻ പറ്റുന്നില്ല വരെ എനിക്കിപ്പോഴും കോൺഫിഡൻസ് ഇല്ല. ഇത് ശരിക്കും നമ്മൾ ഊട്ടിയെല്ലാം പോലത്തെ ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ അത്രയും തണുപ്പില്ല, അത്രയും ക്രൗഡഡും അല്ല. ഇപ്പൊ ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു. ആണ്. എപ്പാ സീസൺ? അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലെത്തി. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി വരെ നടന്നെത്തി. അവിടെ എൻട്രി ഫീസ് 50 റുപ്പീസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പുറത്തേക്ക് ആൾ വരുന്നതെല്ലാം നോക്കി. ആൾ വന്ന് അവരോട് ചോദിച്ചു ഈസ് ഇറ്റ് വർത്ത്. അയാളുടെ എക്സ്പ്രഷൻ തന്നെ മനസ്സിലായി ഉള്ളിൽ പോയിട്ട് ഒരു കാര്യവുമില്ലാന്ന്. അപ്പം ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിങ്ങനെ നടന്ന് കാണുമോ? ഞങ്ങൾ അരക്ക് വാലി ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടായത് തന്നെ അരക്ക് വാലി നടന്ന് കാണുമെന്നാണ്. ഒരു പ്രത്യേക ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെ ഇന്ന സ്ഥലം കാണുന്നൊന്നല്ല, നടന്ന് കാണുമെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഇതാ
ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അഡൽസിന് 100 രൂപ, ചിൽഡ്രൻസിന് 50 രൂപ. 6 AM to 9 AM. അതും നമ്മൾ വാച്ച് ചെയ്യുന്നില്ല. നമുക്ക് ഇതൊക്കെ ഇവിടെ പോയി നമ്മൾ ഊട്ടിയിൽ നിന്ന് കണ്ടതിനേക്കാൾ വലിയ ഒന്നും ഇവിടെയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഈ നാട് കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഇത്. ഞങ്ങൾ അതൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. സംഭവം പറ്റിപ്പോയൊന്നുമില്ല, നല്ല പ്ലേസ് ഒക്കെയാണ്, പക്ഷേ വന്ന ടൈം മാറിപ്പോയി. ഇത് ശരിക്ക് ഒരു 1 day ട്രിപ്പിനൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. കാരണം ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ വേറെ അതിൻ്റെ അടുത്തുണ്ട് ട്രയൽ മ്യൂസിയം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്ക് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ബോറ കേവ്സിലേക്ക് ആ ഒരു ഒറ്റ സ്ട്രെച്ചിലെ ട്രിപ്പാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ട്രയൽ മ്യൂസിയം, ബോറ കേവ്സ്, അനന്തഗിരി വാട്ടർഫാൾസ്, അനന്തഗിരി ഹിൽസ്, ഇതൊക്കെയാണ് ആ ഒരു ഒറ്റ പാക്കേജിൽ വരുന്നത്. ഞങ്ങൾ ഇന്നലെ ബോറ കേവ്സിലും കാര്യങ്ങളിലും പോയി, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞു. ഇവിടെ ഇപ്പം നൈറ്റ് ഒരു ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കാരണം നിർഭാഗ്യവശാൽ നമ്മളെ കയ്യിൽ ടെൻ്റ് ഇല്ല. ടെൻ്റ് നമ്മൾ കൊറിയർ ചെയ്ത് അയച്ചു. അപ്പോൾ പാർക്ക് പോയി ഇവിടെ റൈഡർ ചേട്ടൻ്റെ ബൈക്കൊക്കെ കാണുന്നുണ്ട്. മീൻ വെക്കാൻ വേണ്ടി കൊണ്ടുപോയതാണോ എന്ന് എനിക്ക് ഡൗട്ട്. അല്ലടാ ടെൻ്റ്, എടാ ടെൻ്റ് ഉണ്ട്, അടിച്ചു വെച്ചേക്കും. അതെ അത് അടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ വിശാഖപട്ടണത്തേക്ക് പോകുന്നു. ഇനി വിശാഖപട്ടണം എക്സ്പ്ലോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത സ്റ്റേറ്റിലേക്ക് വിടുന്നു. ഇതാണ് ഇനിയത്തെ പ്ലാൻ. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മഴയുള്ള സീസണിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. അതാണ് ഇവിടുത്തെ സീസൺ ടൈം. ഇവിടെ ഇപ്പം പകുതി കടയും പൂട്ടിയിട്ടാണ് ഉള്ളത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്നതാണ്, വണ്ടി എടുത്തിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ട്രെയിനാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ടാക്സി സർവീസ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം ബസ് ഏതൊക്കെ സൈഡിലേക്കാണ്, ബോറ കേസിൻ്റെ സൈഡിലേക്കൊക്കെ ബസ് ഉണ്ടാവും. പക്ഷെ നിങ്ങളെ ഇത് നാല് സൈഡായില്ലേ ഇവിടുത്തെ കാണേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടൊരു ടാക്സി പാക്കേജ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. ഒരു ഫാമിലി ആയിട്ട് വരുന്നത് അല്ല, സോളോ ട്രാവലറായിട്ടും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അലഞ്ഞു നടക്കാൻ താല്പര്യപ്പെട്ട് വരുന്നവർ അലഞ്ഞ് നടന്ന് കാണുക. പക്ഷെ വരേണ്ട ടൈം ഇതല്ല, മഴക്കാലത്ത് വരുമ്പോൾ ടെൻ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ടെൻ്റ് എടുക്കുക. ഗായ്സ്, ഇന്നലെ നമ്മൾ ബോറ കേവ്സ് പോയ മുതൽ ഇതിൻ്റെ ബോർഡും അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അരക്കു ഗോൾഡ് കോഫി എന്ന്. സോ അതെന്താണെന്ന് ജസ്റ്റ് അറിയണം. അതിനുവേണ്ടി ഒറ്റയൊന്ന് വാങ്ങി 3 നാൾ പോയി ട്രൈ ചെയ്യുന്നു. ഇവിടെ ഫുഡൊക്കെ വൻ അറവാട്ടോ. ഒരു എന്താ പറയുക, ഫ്രൈഡ് റൈസ് ചിക്കൻ 150. അത് പോട്ടെ, ഞങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് ഇതുവരെ എല്ലാ സ്ഥലത്തും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കുഷ്ക റൈസ്. കുഷ്ക റൈസിന് ഇവിടെ 250 റുപ്പീസ്. അതിൻ്റെ കണക്ക് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. മീൻസ് നമുക്ക് സാധാരണ റേറ്റിലും കിട്ടുന്നുണ്ട്, അതല്ലാതെ എക്സ്പെൻസീവായിട്ട് കിട്ടുന്നുണ്ട്, ചീപ്പ് റേറ്റിൽ കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതിപ്പോൾ എവിടെയെങ്കിലും കിട്ടുമോ ഞങ്ങൾ നോക്കട്ടെ. ഇതാണ് ഇന്നലെ മുതലേ കേട്ടോണ്ടിരിക്കുന്ന അരക്ക് ഗോൾഡ് കോഫി. ആദ്യം ആരും ട്രൈ ചെയ്യുന്നു? എന്നാ കുടിക്കി. മര്യാദക്ക് പിടിച്ചാ മതി. അതാറ്റം മറിഞ്ഞ റോജ ചോട്ടാ മുംബൈയിൽ മറ്റേ ഇതിനേക്കാൾ വലിയ സീനാവും ഇവിടെ. ഇങ്ങനെ തന്നെ കുടിച്ചു. സാദാ കോഫി അല്ലേ? കുടിക്കട്ടെ കോഫി. കുടിക്ക്. ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട്. അതന്നെ, അത് മാത്രമേ ഉള്ളൂ സ്പെഷ്യാലിറ്റി. നല്ല നട്ടുച്ചക്ക് കോൾഡ് കോഫി കുടിക്കേണ്ട ഞങ്ങളുടെ മനസ്സ്. ഗോൾഡ് കോഫി. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്താണെന്ന് പോലും അറിയാത്ത കുറേ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ഫ്രം സഹയാത്രിക.